നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. താരതമ്യേന വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാതെ തന്നെ കടന്നുപോയൊരു പേപ്പറായിരുന്നു ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് കാണാം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി ഭാഗങ്ങളിൽ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും എന്നാൽ ശരിക്കും പാഠഭാഗത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളും വന്നിട്ടുള്ളതായിട്ട് കാണാം. അതിൽ സെക്ഷൻ എയിലേക്ക് പോയി കഴിയുമ്പോൾ വൺ വേർഡിൻ്റെ ഭാഗത്ത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ബ്ലോക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പല ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതായിരിക്കാം മിക്ക ആളുകളെയും വലച്ചിരിക്കുക. കാരണം നമ്മൾ ഓരോ യാത്രാവിവരണം എഴുതിയ ആളുകളെ പറ്റിയും പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവരുടെ പിരീഡ് ഏതാ എന്നുള്ളതിനെ പറ്റി ശ്രദ്ധിക്കാൻ വഴിയില്ല. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഒന്നാമത്തെ വൺ വേർഡ് ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹു വാസ് റൂളിംഗ് കനുജ് വെൻ ഹ്യുൻസാങ് വിസിറ്റഡ് ദ പാലസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഹ്യുൻസാങ് പാലസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആരായിരുന്നു ഭരണാധികാരി എന്നുള്ള രീതിയിലുള്ള ചോദിക്കും വരുമ്പോഴാണ് ഹർഷവർദ്ധൻ എന്നുള്ള പേര് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ സെയിം ഹർഷവർദ്ധനെ പറ്റി തന്നെ എഴുതാനാണ് പിന്നീട് സെക്ഷൻ ബിയിലേക്ക് വരുമ്പോഴും ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ആ സെക്ഷൻ എ ഭാഗത്ത് 5 ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുന്നതിൽ 3 എന്തായാലും അവസാന 3 എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കാണും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് അമീർ ഖുസ്രു, ഹർഷവർദ്ധൻ, വില്യം ഹോക്കിൻസ് ഇവരെ ഒഴിവാക്കിയാൽ പോലും ബാക്കി ഭാഗങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അതായത് തിരുച്ചിറപ്പള്ളി, ഹരിദ്വാർ, പിന്നെന്താ കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിൾ, പാലക്കാട് ഫോർട്ട്, ഇതിനെപ്പറ്റിയൊക്കെയും കൃത്യമായിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ 5 തിരഞ്ഞെടുക്കാൻ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സെക്ഷൻ സിയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ തിരുപ്പതി, ഭിംബേത്ക, ഇടയ്ക്കൽ കേവ്സ്, ബേക്കൽ ഫോർട്ട്, ശബരിമല, ഇതിൽ ഈ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. അവിടെ നമുക്ക് വിട്ടുകളയാൻ സാധ്യത ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് എഡ്വേർഡ് ടെറിയാണ്. ആ എഡ്വേർഡ് ടെറിയെ ഒഴിവാക്കി നിർത്തിയാൽ പോലും ബാക്കി നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് വന്നത്. ഷോർട്ട് എസ്സേ ആയിട്ട് തിരുപ്പതിയും തിരുച്ചിറപ്പള്ളിയും ഭിംബേത്കയും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. എടയ്ക്കൽ കേവ്സും ഒക്കെ നമ്മൾ കുറച്ചും കൂടി ഒരു ലോങ് എസ്സേ പ്രതീക്ഷിച്ചിരുന്നെന്നുണ്ടെങ്കിലും ഷോർട്ട് ആൻസറിൽ തന്നെ എടയ്ക്കൽ കേവ്സ് വരുന്നുണ്ട്. ഭിംബേത്കയെ പറ്റിയും നമ്മൾ പറഞ്ഞിരുന്ന ഭാഗം തന്നെയാണ്. ബേക്കൽ ഫോർട്ട്, ശബരിമല കേരളീയർക്ക് പരിചയമുള്ള സ്ഥലങ്ങളായിട്ട് നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും. സെക്ഷൻ ഡിയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 2 തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. ഒന്ന് എസ്സേ ടൈപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ട്രാവലോഗുകളെ പറ്റി വന്നു. മുഗൾ ട്രാവലോഗ്സ് ആൻഡ് ദെയർ ഡിപ്പിക്ഷൻ ഓഫ് പൊളിറ്റി, എക്കോണമി, കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യവും തൊട്ട് താഴെ ഓപ്ഷനായിട്ട് ഇവാലുവേറ്റ് ദ ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് എന്നുള്ള ചോദ്യവും കൂടി വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ മുഗൾ എംപയർ കാലഘട്ടത്തിലെ ട്രാവലോഗുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ ഡീൽ ചെയ്യാൻ പറഞ്ഞ് നമുക്ക് എളുപ്പമായി. 3ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് ആ ഒരു ഭാഗം അതിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ ആ എസ്സേ സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മുകളിലത്തെ എസ്സേയിൽ അത്ര ട്രാവലോഗുകളിൽ സെക്കൻഡ് ബ്ലോക്കിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിരിക്കാൻ വഴിയില്ല. കുറച്ച് ലോങ് ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ അതിന് പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ കൂടിയും സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറായിരുന്നു അല്ലെങ്കിൽ ഒരു എസ്സേ ആണ് നമ്മുടെ 2ാമത്തെ എസ്സേ വന്നിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതായിരിക്കണം ഒട്ടുമിക്ക ആളുകളും എഴുതിയിട്ടുണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ
വൺ വേർഡിൻ്റെ ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്നതൊഴിച്ചാൽ ബാക്കി സെക്ഷൻ ബിയും സിയും ഡിയും നമ്മുടെ സാമാന്യ അറിവ് വെച്ചുകൊണ്ട് തന്നെ എഴുതാൻ പറ്റുന്നതായിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും എളുപ്പമായിട്ട് തന്നെ പേപ്പർ കൈകാര്യം ചെയ്യാൻ പറ്റിക്കാണും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് റിസൾട്ട് വരുമ്പോൾ കാണാം.